നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മൾ എന്നും കാണുന്ന ആളുകൾ, നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ, അവരെന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ നമുക്ക് പോലും ഊഹിക്കാൻ പറ്റാത്തൊരു സമയത്ത് ഊഹിക്കാൻ പറ്റാത്തൊരു ഡിസിഷൻ അവർ ചിലപ്പോൾ എടുത്തു എന്ന് വരും. അതിൻ്റെ പേരിൽ നമ്മളൊന്ന് വട്ടം കറങ്ങിയെന്ന് വരും. അങ്ങനൊരു സിറ്റുവേഷനും കഥയൊക്കെ പറഞ്ഞ തൃശങ്കുവിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ചിന്തകളും പ്രവർത്തികളും ഒക്കെയാണ്. അതുപയോഗിച്ചുകൊണ്ട് പണത്തിനെ കൈകാര്യം ചെയ്താൽ ഉപകാരം ഉണ്ടാകുന്ന ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൻ്റെ ഓഡിയോ സമ്മറിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ദി സൈക്കോളജി ഓഫ് മണി. പണത്തിൻ്റെ മനഃശാസ്ത്രമല്ല, പണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ചെറുതും വലുതുമായ നല്ല തീരുമാനങ്ങളെക്കുറിച്ചാണ്. കുക്കു FM-ൽ അവൈലബിൾ ആയ ദി സൈക്കോളജി ഓഫ് മണി എന്ന ഓഡിയോ ബുക്ക് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, അനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയ ഇന്ത്യയിലെ ലീഡിംഗ് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഓരോ ആഴ്ചയും വലുതായിക്കൊണ്ടിരിക്കുന്ന പുസ്തകശേഖരം. എല്ലാ ആഴ്ചയും എക്സ്ക്ലൂസീവ് ഒറിജിനൽ കോണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്കിഷ്ടമുള്ള സ്ഥലത്തിരുന്ന് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ ഓഡിയോ കോണ്ടന്റ് കൺസ്യൂം ചെയ്യാനുള്ള സൗകര്യം, സ്പീഡ് കൂട്ടിയും കുറച്ചും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയുന്നത് കുക്കു FM ഡൗൺലോഡ് ചെയ്ത് ഉടനെ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല. കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഒരുപാട് ഫ്രീ എപ്പിസോഡ്സ് ഉണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ UNNI50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി 50% ഡിസ്കൗണ്ടാണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് UNNI50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കും. തൃശങ്കുവിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ദിവസം, അന്ന് സംഭവിക്കാവുന്ന ഏറ്റവും പ്രശ്നകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്താണ്? അത് ചോദിക്കുമ്പോൾ പലർക്കും പല ഉത്തരങ്ങളും ഉണ്ടാവും. പക്ഷേ ഇന്ന് വരെ മലയാള സിനിമയിൽ എങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതാണ് തൃശങ്കുവായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ വയ്യ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കഥ. അത് എങ്ങോട്ട് പോയി, എങ്ങനെയുണ്ട് സിനിമ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തൃശങ്കുവിൻ്റെ പോസിറ്റീവ്സ് എന്ന് ആരംഭിക്കാം. ഈ സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഹ്യൂമറാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യത്തിനുള്ള ചിരിക്കാനുണ്ട്. ഞാൻ പറയുന്നത് തലകുത്തി മറിഞ്ഞ് ചിരിച്ച് നിങ്ങൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ വയറുവേദനയായിരിക്കും, മണ്ണ് കപ്പും, അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ അത്യാവശ്യം ചിരിച്ച് ഉല്ലസിച്ച് കാണാനുള്ളതുണ്ട്. സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ സിനിമയുടെ കഥയോ അല്ലെങ്കിൽ സന്ദർഭങ്ങളോ എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആവണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ ഒരു കോമഡി സീൻ വരും, നമ്മൾ കുറച്ച് ചിരിക്കും. അതിൽ സ്കോർ ചെയ്തിട്ടുള്ള മച്ചന്മാരെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. മൊത്തത്തിൽ ഹ്യൂമർ അത്യാവശ്യം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിലെ പാട്ടുകളുമാണ്. ഒരു വെറൈറ്റി, ഒരു ഫീൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാട്ടുകളുടെ കാര്യം വരുമ്പോൾ അവർ മംഗലാപുരത്തേക്ക് എത്തിക്കഴിയുമ്പോൾ പാട്ടുകളുടെ ഒരു സാധനം മാറുന്നുണ്ട്. ആ ഒരു ഫീല് അത് നല്ല രസമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും നമുക്ക് ആ പാട്ട്, പ്രത്യേകിച്ച് ഡാപ്പർ മാമൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ട്രാക്ക് വരുന്നുണ്ട്, അതൊക്കെ ഒന്നുകൂടി കേൾക്കണം തോന്നി. ജെ ഉണ്ണിത്താൻ്റെ സംഗീതമാണെന്ന് പുറത്തിറങ്ങി ഞാൻ സെർച്ച് ചെയ്ത് തപ്പിയെടുത്തു. അടുത്തൊരു വലിയ പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ കാണിക്കുന്ന വിഷ്വൽ ആണെങ്കിലും ഇവർ മംഗലാപുരത്തേക്ക് എത്തിയതിന് ശേഷമുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്ലോ മോഷൻ സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് സ്ലോ മോഷൻ ഇങ്ങനെ കുത്തി നിറച്ച് വെക്കുന്നത് പോലെയല്ല, അത് വെക്കേണ്ട പോലെ അതിൻ്റെതായിട്ടുള്ളൊരു തഞ്ചത്തിൽ ആ ഒരു രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇതിൻ്റെ കളറിങ്, ഫ്രെയിം വെച്ചിരിക്കുന്ന രീതി, ഈ പറഞ്ഞ സ്ലോ മോഷൻ വരുന്ന സംഭവങ്ങൾ ഒക്കെ വളരെ നൈസായിരുന്നു. എനിക്കത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്, അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എഡിറ്ററുടെ പേരൊന്ന് തപ്പിയെടുത്ത് പറയണം എന്നെനിക്ക് തോന്നാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒളിച്ചോട്ടത്തിന് ശേഷമുള്ള അർജുൻ അശോകൻ്റെ കഥാപാത്രത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന സീനുകൾ അത് അവരെടുത്തു പോയിരിക്കുന്നത് അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. രാകേഷ് ചെറുമട്ടത്തിൻ്റെ എഡിറ്റിംഗ് ആണ്. ജയേഷ് മോഹൻ, അജ്മൽ സാബു തുടങ്ങിയവരുടെ ക്യാമറ വർക്കാണ്. വിഷ്വൽ സൈഡ് അടിപൊളിയായിരുന്നു. പിന്നെ പറയാനുള്ളത് പെർഫോമൻസുകളാണ്. ഞാൻ ആദ്യത്തെ പോസിറ്റീവ് പറഞ്ഞില്ലേ, ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന്. അതിൽ അർജുൻ അശോകൻ്റെ കഥാപാത്രം പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അന്നാബെൻ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ കൂടുതൽ എടുത്തു പറയണമെന്ന് തോന്നുന്നത് അർജുൻ അശോകൻ്റെ ഒരു സുഹൃത്തുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ കുറച്ച് രംഗങ്ങളിൽ മാത്രം വരുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ മച്ചൻ്റെ പേര് നോക്കി കിട്ടിയില്ല. പുള്ളി സാധാരണ ഇത്തരം കൂട്ടുകാരന്മാരുടെ കഥാപാത്രങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇവർ കുറച്ച് ഓവറാക്കും. അതായത് കുറച്ച് ബുദ്ധിക്കുറവ് നായകനേക്കാൾ ഉള്ള, അല്ലെങ്കിൽ നായകൻ്റെ ബുദ്ധിക്കുറവിനെ പരിഹസിക്കുന്ന അങ്ങനെയൊക്കെ വരുന്നൊരു ക്യാരക്ടറായിരിക്കും. അപ്പോൾ കയ്യിൽ നിന്നിട്ട് എക്സ്ട്രാ എക്സ്പ്രഷനൊക്കെ ഇട്ട് കുറച്ച് ഓവറാക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഈ പുള്ളി വളരെ കറക്റ്റായിട്ടുള്ളൊരു സ്കെയിലിൽ പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി നൈസാണ്. പക്ഷേ ഈ സിനിമയുടെ ടോട്ടാലിറ്റി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സ്കോർ ചെയ്തത് മുഴുവനും സീനിയർ ആയിട്ടുള്ള ആളുകളാണ്. കൃഷ്ണകുമാർ, അദ്ദേഹം പോലീസുകാരനാണ്. അദ്ദേഹം മാത്രമല്ല, ബാലാജി ശർമ്മയുണ്ട്, പുള്ളിക്കാരനും പോലീസുകാരനാണ്. ഇവരുടെ ബോഡി ലാംഗ്വേജിൽ ആ ഫീൽ ഉണ്ട്. അതായത് കൃഷ്ണകുമാർ ഒരു ഹോട്ടലിൽ രജിസ്റ്റർ എടുക്കണമെന്ന് പറയുന്നൊരു സീനൊക്കെ ഉണ്ട്. ഈ പോലീസുകാർക്കൊരു സാധനം ഉണ്ടല്ലോ, അവർക്കൊരു
എന്താ പറയുക, അവരുടെ ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കാം അവർ എടുക്കടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കൃഷ്ണകുമാർ ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ആ ക്യാരക്ടറിനെ ഗംഭീരമായിട്ട് ക്യാരി ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ബാലാജി ശർമ്മയും കുറച്ച് ഇമോഷണൽ സാധനങ്ങളും കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു, അതും പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഉണ്ടായി വരുന്നൊരു ഹ്യൂമർ ഉണ്ടല്ലോ, അത് രസമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ സ്കോർ ചെയ്ത് പൊളിച്ചടുക്കിയത് സുരേഷ് കൃഷ്ണയും നന്ദുവാണ്. കാര്യം ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസുകൾ, അർജുൻ അശോകനെ നിർത്തിക്കൊണ്ട് ഇവരിങ്ങനെ സ്കോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടിയുണ്ട്. എല്ലാം കൊണ്ടും വളരെ രസമായിട്ട് സീനിയേഴ്സ് അഴിഞ്ഞാടി എന്നെനിക്ക് പറയാൻ തോന്നുന്ന ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ഈ സിനിമയിലുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു തോട്ട്, തീം, അതിൻ്റെ എക്സിക്യൂഷൻ ഒക്കെ അത്യാവശ്യം രസമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒന്നുമില്ലെന്നേ, വളരെ ചെറിയൊരു സംഭവമാണ്. നിങ്ങൾ ഒളിച്ചോടാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ദിവസം സംഭവിക്കാവുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള എന്നാൽ വളരെ കോമഡിയായി മാറാവുന്ന ഒരു സിറ്റുവേഷൻ. അതിന് ബോറടിപ്പിക്കാതെ ഒരു രസമായിട്ട് അതിലെ പ്രണയവും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളും ഒന്നും അതിൻ്റെ അന്തസത്ത ചോരാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് അതിലെ സംവിധായകനും അതുപോലെ സംവിധായകനൊപ്പമുള്ള എഴുത്തുകാരനും ഒക്കെ കയ്യടി അർഹിക്കുന്നുണ്ട്. അച്യുത് വിനായകൻ്റെ സംവിധാനമാണ്. അജിത് നായർ സിനിമയിൽ ഒരു കോറൈറ്റർ ആയിട്ടുണ്ട്. അവരുടെ ഒരു മൊത്തത്തിലുള്ള എഴുത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും ഒക്കെ മികവ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. ഇനി നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിനിമ എവിടെയോ ഒന്ന് എഴയുന്നില്ലേ എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ ഒരു ഹ്യൂമർ സാധനം വരും. അതിൻ്റെ ഒരു ഓളത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ആ പറഞ്ഞ എവിടെയോ എഴയുന്നു എന്നുള്ള തോന്നൽ അത് ഇടയ്ക്ക് അവിടെ ഇവിടെയായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നെഗ്ലിജിബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ ഈ സിനിമ കാണാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആകെ മൊത്തത്തിൽ എന്നിലെ പ്രേക്ഷകന് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടു എന്നുള്ളതിൽ ഒരു നഷ്ടം തോന്നിപ്പിക്കാത്ത അനുഭവമായിട്ടാണ് തൃശങ്കു ഫീൽ ചെയ്ത്. എന്തായാലും സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ സ്ട്രീമിംഗ് പാർട്ട്ണർ നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സിനിമ ഓൾറെഡി നെറ്റ്ഫ്ലിക്സിന് അവർ സെല്ല് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ OTTയിൽ വരും, ഏതൊരു മലയാള സിനിമയും തിയേറ്ററിൽ ഇറങ്ങുന്നത് പോലെ. പക്ഷേ ഇത് തിയേറ്ററിൽ പോയി നമ്മളൊന്ന് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടി സ്കെയിൽ കൂടിയ വേർഷൻ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ, അത് നമ്മളിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്കൊരു ഊർജ്ജം കൊടുക്കുന്ന പോലെ ആയിരിക്കും. അങ്ങനെ ഒരു അവസരം വന്നാൽ അവർ പൊളിക്കും എന്നുള്ളത് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടു എന്ന് വെച്ചിട്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും തോന്നില്ല, ഒരു പ്രോത്സാഹനമല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എൻ്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ അഭിപ്രായം മറിച്ചാണെങ്കിൽ, ഇനിയല്ല സെയിം ആണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.